കുറച്ച് നാൾക്ക് മുമ്പ് നമ്മൾ ചോളം മാറ്റി നടുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ 2 എണ്ണം നമ്മൾ ഗ്രോ ബാഗ് അല്ല, ശരിക്കും ഇത് സിമൻറ്റ് ചാക്കാണ്, അതിലാണ് നട്ടതെന്ന് പറഞ്ഞായിരുന്നു. അതിൽ അവർ രണ്ടും നല്ല അടിപൊളിയായിട്ട് വളർന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ മാറ്റി നട്ടിട്ട് നമ്മൾ ഏകദേശം ഒരു 10-12 ദിവസമായി കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ചെറിയ സാപ്ലിങ്സിനെ മാറ്റി നട്ടായിരുന്നു. അത് ഒരു 2 മാസം ആയപ്പോഴേക്കും നല്ലോണം വലുതായി. അതിൽ ആൺപൂ വിട്ടു ആദ്യം, അതിനുശേഷമാണ് പെൺപൂ വിട്ടത്. ഈ പെൺപൂവിനാണ് ഇതുപോലത്തെ ഇത് കണ്ടോ സ്റ്റിഗ്മ ഉള്ളത്. ഇത് ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് പച്ച കളറായിരുന്നു. ഇപ്പോൾ അത് നല്ലോണം ഇതുണ്ടായി കഴിഞ്ഞ് പെൺപൂവ് ഉണ്ടായി ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതായി ഇതിൻ്റെ ഈ സ്റ്റിഗ്മ പാർട്ടൊക്കെ നല്ലോണം കരിഞ്ഞിട്ടുണ്ട്. ഈ ഒരു അവസരത്തിലാണ് ഇതിൻ്റെ വിളവെടുക്കുന്നതെന്നാണ് ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടത്. ഞാൻ ആദ്യമായിട്ടാണ് ചോളം നട്ടത്. മാത്രമല്ല ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഉറുമ്പ് കയറി പോകുന്നുണ്ട്. ഇനി അതിൻ്റെ അകത്തെങ്ങാനും കയറി വല്ലതും തിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചോളം നമുക്ക് കിട്ടിയില്ലെങ്കിൽ അങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ നമുക്കിങ്ങനെ ചോളമണികൾ ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യും, അത്യാവശ്യം ഹാർഡായിട്ട് തന്നെ. അതുകൊണ്ട് ഞാൻ ഇന്ന് നമുക്കിതിൻ്റെ വിളവെടുക്കാമെന്നങ്ങ് തീരുമാനിച്ചു. അപ്പോൾ ഈ ഭാഗം ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഊർന്ന് പോരും കേട്ടോ. ഇതിൽ നല്ലോണം ഉറുമ്പുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. ഈ സ്റ്റിഗ്മയുടെ കുറച്ച് ഭാഗം കൂടെ ഉണങ്ങാനുണ്ടായിരുന്നു. ഏകദേശം ശരിയായിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിപ്പോൾ നമ്മളുടെ ചോളം എടുത്തു. നല്ല ഉറുമ്പുണ്ടായിരുന്നു, നല്ല കടിയും കിട്ടി. അപ്പോൾ ഇതാണ് നമ്മളുടെ ചോളം. 2 ചോളം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓരോന്നിൽ നിന്നും ഓരോ ചോളം വീതം നമുക്ക് കിട്ടിയുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് നമ്മളിവിടെ നിർത്തിയേക്കുക. ഇത് കുറച്ചുകൂടെ പാകാകാനുണ്ട്. ഒരാഴ്ച കൂടെ കഴിഞ്ഞിട്ട് ഇതെടുക്കാം. ഇനി നമുക്കിതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കവറ് പൊളിക്കാൻ കുറേ പ്രൊട്ടക്റ്റീവ് ലെയറിങ് ഉണ്ട്. കുറേ ഇങ്ങനെ പൊളിച്ച് അപ്പം എനിക്കൊരു ഡൗട്ട് തോന്നി, പണി പാളിയോ, ഇത് റെഡി ആയിട്ടില്ലേ എന്നൊരു ഡൗട്ട് തോന്നിയിരുന്നു. അടിപൊളി ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യത്തിന് ചോളം ഇതിൻ്റെ അകത്ത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങ് അറ്റം വരെ ഒന്നും ഇല്ല, എന്നാലും കൊള്ളാം. നമ്മൾ കടയിൽ നിന്നൊക്കെ കാണുമ്പോഴുള്ള അതേ ചോളം തന്നെ. അപ്പോൾ ഇതാണ് നമ്മളുടെ ആ ചോളം. അതിൽ കുറേ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. ഫെർട്ടിലൈസേഷൻ മര്യാദക്ക് നടന്നില്ലായിരുന്നു തോന്നുന്നു. ചില ഭാഗത്ത് വീണ്ടും മെച്ചുർ ആവാനുണ്ടായിരുന്നു. എന്തായാലും നമ്മളുടെ പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് മറ്റേതില്ല, നമ്മൾ നേരത്തെ ഇട്ടേച്ചത്, അതിൽ നിന്ന് കുറച്ച് നല്ല ചോളമണികളെടുത്ത് മാറ്റി വെക്കണം. അമ്പലപ്പറമ്പിൽ പോയപ്പോഴും കുറച്ച് ചോളമണികൾ വാങ്ങിയായിരുന്നു. നമുക്കിനി അത് മുളപ്പിച്ച് അതും ഇതുപോലെ ചോളമാക്കി എടുക്കണം.